ഇവിടെ ഉറുമ്പിക്കര യാത്രയാണ്. ഉറുമ്പിക്കര തിരുമലത്തി അമ്മ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ആ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ തയ്യാറെടുപ്പുകളൊന്നും നടത്തിയില്ലെങ്കിൽ പോലും രാവിലെ ഇറങ്ങി നെയ്യാറ്റിൽ വന്നു കഴിഞ്ഞപ്പോഴേ വിളിച്ചപ്പം നമുക്ക് പോകുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. ജഗദീഷിന്റെ വണ്ടിയാണ്. അപ്പൊ ജഗദീഷും സന്ദീപും രാജീവേട്ടനും രണ്ട് കൂട്ടുകാരും സതീഷ് ഉൾപ്പെടെയുള്ള കൂട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മളെ ഉറുമ്പിക്കരയ്ക്കുള്ള യാത്രയാണ്. ശരിക്കും ഈ യാത്ര ആരംഭിക്കുന്നത് ഏന്തിയാർ ടൗണിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഏന്തിയാറ്റിൽ നിന്ന് ജീപ്പിൽ ഏന്തിയാർ ഈസ്റ്റ് വഴി കടന്നുപോയി വടക്കേമല വഴിയാണ് നമ്മുടെ യാത്ര കടന്നു പോകുന്നത്. ഇതാണ് ശരിക്കും ഉറുമ്പിക്കര ഉറുമ്പിക്കരയ്ക്കുള്ള ഏറ്റവും എളുപ്പമാർഗം. വെമ്പിളി വഴി കടന്നു വരുന്ന ആൾക്കാരുമുണ്ട്. കുറച്ചുകൂടി വഴി നല്ലതാണ് എന്നുള്ളൊരു പ്രത്യേകതയിലാണ് അതുവഴി യാത്ര ചെയ്യുന്നത്. പക്ഷേ ദൂരെ കൂടുതലാണ്. പക്ഷേ ഏറ്റവും എളുപ്പ വഴി ഏന്തിയാർ വന്ന് ഏന്തിയാറ്റിൽ നിന്ന് നമ്മൾ ഉറുമ്പിക്കരയ്ക്ക് പോകുന്ന വടക്കേമല വഴിയുള്ള വഴിയാണ് ഏറ്റവും നല്ല വഴി. ഇന്നലെ ആടാ രാത്രി പോയി അടാ ഇന്നലെ ചുമ്മായിരുന്നു വീട്ടിലോട്ട് വിളിച്ചു. അതേ പറഞ്ഞ അരിയൊക്കെ മേടിച്ചോണ്ട് എല്ലാം മേടിക്കണമെന്ന് ചുമ്മാ വീട്ടിലോട്ട് വിളിച്ചു. അരിയില്ല എന്നോട് പറഞ്ഞു ഇന്ന് പറയാ അരി മേടിക്കും. ഞാൻ പൈസ കൊണ്ട് എടുത്തോളാം. ഇന്നലെ 10 രൂപ പോലും അവന്റെ എടുക്കാൻ പൈസ അവിടെ വെച്ചിട്ടുണ്ടോ? ഇന്നലെ 20,000 രൂപ കളിക്കാർക്കും ഞാൻ ഈ മേപ്പോട് വരെ അത് കഴിഞ്ഞു. പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ കണ്ട് കടന്നു പോകാം എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മലഞ്ചെരുവിലൂടെ കടന്നു പോകുന്ന വഴിയുടെ ഇരുവശത്തും റബ്ബർ തൈകളും അതുപോലെ തന്നെ റബ്ബർ മരങ്ങളുമാണ് വടക്കേമല വരെ നമുക്ക് കാണാൻ കഴിയുക. ഇത് വടക്കേമല പള്ളിയുടെ ഭാഗത്തേക്ക് തിരിയുന്ന വഴിയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 1/4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വടക്കേമല പള്ളിയുടെ ഭാഗത്തോട്ട് പോകാം. നമുക്ക് അതുവഴി യാത്ര ചെയ്യേണ്ട കാര്യമില്ലാത്തതിനാലാണ് നമ്മൾ ഇപ്പോൾ നേരെയുള്ള വഴിയെ തന്നെ കടന്നു പോകുന്നത്. ഏതായാലും ഉറുമ്പിക്കരയ്ക്കുള്ള ആ കയറ്റം കയറി വടക്കേമലയിൽ നിന്ന് പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ോട്ട് പോകുന്ന റോഡില്ലടാ താഴോട്ട് റോഡ്. അതായത് മഞ്ഞളില്ല വണ്ടിയുടെ കാര്യമല്ല. നേരത്തെ പണ്ട ആ തെങ്ങിന്റെ അവിടെ തെങ്ങുണ്ട്. തെങ്ങിന്റെ വീട്ടിലേക്ക് താമസിക്കുന്നല്ലേ ഞങ്ങൾ തടി വെക്കാൻ പോയിട്ടില്ല. ഒരു സ്ഥലം കാണാൻ വന്നവരുടെ കൂടുതൽ കഴിഞ്ഞിടയ്ക്ക് അളിയന്റെ ഇടയ്ക്ക് വരെ വന്നായിരുന്നു. വയലിൻ ഷോട്ട് ഉണ്ടോ? നമ്മുടെ വടക്കേമല വഴി വന്ന് നമ്മൾ വെമ്പിളി റോഡിൽ കൂടെ വരുന്ന നമ്മൾ ഉറുമ്പിക്കര റോഡിലേക്ക് ചെന്ന് കയറുന്ന ഭാഗമാണ്. എന്തേറ്റത്ത് വരുന്നവർക്ക് ഏറ്റവും എളുപ്പമാർഗം വടക്കേമല വഴിയാണ്.
ഈ ഭാഗം കൂടുതലായിട്ട് റോഡ് കോൺക്രീറ്റ് റോഡുകളാണ്. പക്ഷേ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുന്നത് വെച്ചാൽ ഉറുമ്പിക്കരയിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ഇവിടം തൊട്ട് ഉറുമ്പിക്കര, വടക്കേമലയ്ക്ക് ശേഷം ഉറുമ്പിക്കര എന്ന പ്രദേശം ഇവിടം തൊട്ട് ആരംഭിക്കുകയാണ്. ഇവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അളിയന്റെ കടയെന്ന് ഭയങ്കര പേര് കേട്ട കടയാണ്. അളിയ മുകളില ഉറുമ്പിക്കരയ്ക്ക് കടന്നു വരുന്ന സഞ്ചാരികൾ ഏതാണ്ട് 100% ഇവിടെ ഈ നിരപ്പുള്ള ഭാഗത്ത് വണ്ടി നിർത്തി അളിയന്റെ കടയിൽ നിന്ന് ചായയും കുടിച്ച് നാടൻ ചെറുകടിയിൽ നിന്ന് നല്ല ശർക്കരയിട്ടുള്ള ബോണ്ടായും മറ്റ് ചെറുകടികളൊക്കെ കഴിച്ച് ഇവിടെ നിന്നുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഇവിടുന്ന് യാത്ര തുടരുക. ഈ കേന്ദ്രത്തിൽ നിന്ന് വന്നാലും ബെമ്പിളിയിൽ നിന്ന് വന്നാലും ഈ റോഡുകളെല്ലാം ഉറുമ്പിക്കരയിൽ വന്ന് ഈ സായിപ്പ് ബംഗ്ലാവിൻ്റെ മുറ്റത്തുകൂടി ഈ അമ്പലത്തിലേക്ക് ചെന്ന് അവിടെ നിന്ന് ആശടിയ വഴി കുട്ടിക്കാനം പോകുന്ന ഒരു റോഡ്, നിലവിൽ ജീപ്പ് റോഡുണ്ട്. അപ്പം ഈ റോഡ് ജനങ്ങളെ കൊണ്ട് ഭാരിച്ച പൈസ മുടക്കി നന്നാക്കിയാണ് ഉത്സവമൊക്കെ നടത്താറ്. റോഡ് മോശമായതുകൊണ്ട് ആൾക്കാർക്ക് വരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ കുഞ്ഞുവഞ്ചാറിനാണ്. അദ്ദേഹം ഇപ്പോൾ ഏന്ത്യാറ്റിൽ ഒരു ചെറിയ സ്റ്റേഷനറി കട നടത്തുന്നു. വർഷങ്ങളായി ഉറുമ്പിക്കര താമസിച്ചിരുന്നതാണ് അദ്ദേഹം. ഇത് നമ്മുടെ ഉറുമ്പിക്കരയിലുള്ള പഴയ തേയില ഫാക്ടറിയാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചുപോയി. നല്ലൊരു ഓർമ്മയായിട്ട് അത് അവിടെ നിലനിൽക്കുകയാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ അല്പം നിരപ്പുള്ളൊരു ഭാഗം, ഒരു റോഡ് ഈ മലയ്ക്ക് വട്ടം കടന്നു പോകുന്ന ഭാഗമാണ്. ഇവിടെയൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നു. ഇപ്പോൾ കാലാവസ്ഥയും ഓരോരുത്തരും സൗകര്യം നോക്കിയൊക്കെ ഇവിടുന്ന് താമസം മാറി പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് റിസോർട്ടുകളാണ്. നല്ല നാടൻ പശ്ചാത്തലത്തിലുള്ള റിസോർട്ടുകൾ ഇവിടെയുണ്ട്. ഇനിയുള്ള മാസങ്ങൾ, ഇനിയിപ്പോൾ അവധിക്കാലമായി കഴിഞ്ഞാൽ ഇതുവഴിയുള്ള സഞ്ചാരികളുടെ എണ്ണം കൂടി ഈ റിസോർട്ടുകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ റിസോർട്ടുകൾ ബുക്കിംഗ് കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളാണ്. ആ വീടുകളൊക്കെ ഇപ്പോൾ നിലവിൽ റിസോർട്ടുകളായി മാറി, ചെറിയ ചെറിയ റിസോർട്ടുകളായി മാറി കുറച്ചുകൂടെ ഭംഗി കൂട്ടി അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റം വരുത്തി റിസോർട്ടുകൾ, നാടൻ റിസോർട്ടുകളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. ഇവിടെ തൊട്ട് റോഡിൻ്റെ ഇരുവശത്തും ഏലം കൃഷിയും അതോടൊപ്പം തന്നെ കാപ്പി കൃഷി, അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ്. കൂടുതലായിട്ട് സ്ഥലങ്ങളൊക്കെ ഓരോരുത്തരുടെ കൈവശമുള്ള കൃഷിയിടങ്ങളാണ് ഉള്ളത്. ഇവിടെ തന്നെ ഹിൽ ടോപ്പ് ഗാർഡൻ റിസോർട്ട്, അതുപോലെ തന്നെ സംഗമ റിസോർട്ട് എന്ന പേരുകേട്ട റിസോർട്ടുകളൊക്കെ നമ്മുടെ ഈ ഭാഗത്ത് ഉണ്ട്. സാധാരണയായി ഈ റിസോർട്ടുകൾ ഉപരി തന്നെ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ ഉറുമ്പിക്കരയിൽ തന്നെ ടെൻ്റ് അടിച്ച് അവിടെ തന്നെ തങ്ങുന്ന കാഴ്ചകളാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഓരോ വർഷവും പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ റോഡിൻ്റെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഇത്രയും ഭാഗത്തോളം കോൺക്രീറ്റായി. ഇപ്പോൾ ഇനി ഇവിടുന്നൊരു 100 മീറ്ററൂടെ കഴിഞ്ഞാൽ, 100-150 മീറ്ററൂടെ കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ പണികളൊക്കെ തീരും. പക്ഷേ ഇതിനുവേണ്ടിയുള്ള കൃത്യമായ ഒരു പണികളെല്ലാം നടന്നേക്കുന്നുള്ളത് ഈ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ കാണാം. സൈഡ് കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല. അപ്പോൾ വീതിക്ക് അത് ചെയ്തപ്പോൾ അതിൻ്റെ 2 സൈഡും കാനയുടെ വർക്കും ചെയ്തത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇവിടം തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് തുടങ്ങുകയാണ്. ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഉറുമ്പിക്കര. ടൂറിസം ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും വളരെ ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉറുമ്പിക്കര എന്ന ഈ പ്രദേശം. ഇതിൻ്റെ പ്രധാന പോയിൻ്റ്, ഉറുമ്പിക്കരയുടെ പ്രധാന പോയിൻ്റ് സായിപ്പ് ബംഗ്ലാവ് എന്ന് പറയുന്ന ഉറുമ്പിക്കരയിൽ, അതായത് വല്ലാറ്റ് രാമങ്ങാണിയുടെ സ്ഥലം. ആ സ്ഥലത്ത് അന്ന് ഇരുന്ന വല്ലാറ്റ് രാമങ്ങാണി എന്ന ആളുടെ ജോലി ചെയ്തിരുന്ന TR&D എസ്റ്റേറ്റിൽ സായിപ്പ് ആ സ്ഥലം വിറ്റുപോയപ്പോൾ രാമങ്ങാണി എന്ന ആ
എന്ന മനുഷ്യന് ഉറുമ്പിക്കരയിൽ വന്ന് അന്ന് പൂഞ്ഞാറ്റിത്തമ്പുരാൻ്റെ സ്ഥലമായിരുന്ന ഈ സ്ഥലം 3000 ഏക്കർ വാങ്ങിച്ച് കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ സായിപ്പ് ബംഗ്ലാവ് എന്ന് പറയുന്ന സ്ഥലം അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് സായിപ്പ് ബംഗ്ലാവിൻ്റെ മുറ്റത്ത് മതിൽക്കെട്ടുണ്ട്. ആ മതിൽക്കെട്ടിൽ കയറി ഇരുന്ന് നോക്കിയാൽ, ഒന്ന് കറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ 7 ജില്ലകൾ ഒരുപോലെ കാണുന്ന മറ്റൊരു സ്ഥലമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, അതുപോലെ എറണാകുളം, കോട്ടയം, നിൽക്കുന്ന ഇടുക്കി, ഈ 7 ജില്ലകൾ നല്ല രീതിയിൽ ഒറ്റ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന രീതിയിൽ ആണ് ഈ പ്രദേശം ഉള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉറുമ്പിക്കര. അങ്ങനെ ഉറുമ്പിക്കരയുടെ ആ കവാടം കഴിഞ്ഞ് ആ മലയുടെ മുകളിൽ, അതായത് അന്ന് സായിപ്പ് ഉള്ള കാലത്ത് സായിപ്പ് പോയിട്ട് ടിൻ റോക്ക് എസ്റ്റേറ്റ് ആണ്. ടിൻ റോക്ക് എന്ന് പറയുമ്പോൾ 2 കല്ല് പല, അതുപോലെ തന്നെ ഇരുമലച്ചിയമ്മ 2 മലയുടെ ദേവി, ഇരുമലച്ചിയമ്മ ദേവി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അങ്ങനെ ജനങ്ങൾ ദിവസവും പോയി പൂജിക്കാൻ പറ്റിയാത്ത സ്ഥലത്ത് ചെന്നെത്താൻ ശരം പാടാണ്. വലിയ 2 മേഘം കാണുന്നതിന്റെ അടിവശമാണ്. അത് തന്നെ ദൂരെ കാണുന്നത്. എന്നാ തൊട്ടിപ്പുറത്ത് കാജ് കൊടുത്ത് ക്യാമറ മേടിച്ചോണ്ട് പറ, അത് കിട്ടണം. കിട്ടണം. വേണാങ്കൽപ്പള്ളി എന്നെ ക്ലിയർ ആണെന്ന് നോക്കിയാൽ എൻ്റെ ഫ്രണ്ട് വശം. അതെ അതെ, വേണാങ്കൽപ്പള്ളിയുടെ എന്നെ ക്ലിയർ ആണെന്ന് നോക്കിയാൽ എൻ്റെ ഫ്രണ്ട് വശം. അത് ചെല്ലിമക്കോല് കാണാതിരിക്കുമോ? കാണത്തില്ലേ? ഇടയ്ക്ക് എവിടെയോ ഈ മലയുടെ ചെരുവ് വരും. ആ സ്കൂളിൻ്റെ തൊട്ടപ്പുറം അല്ലേ? സ്കൂൾ ഉണ്ടോ? അല്ല, നമ്മുടെ ഇവിടുത്തെ പിന്നെ മർഫി സ്കൂൾ കാണത്തില്ലല്ലോ, അതുകൊണ്ട് കൊച്ചുമർഫി കാണാം. കൊച്ചുമർഫി വരെ കാണത്തില്ല. അപ്പൊ അത് ഇതാ സെന്റ് മേരീസ് ചർച്ച് നല്ലോണം കിട്ടി, നല്ലോണം കിട്ടിയെന്നില്ല, കാണാം കാണാം നമുക്ക്. ആ ഇതിനകത്ത് തെളിഞ്ഞെളിഞ്ഞ് കാണുന്ന പല സ്ഥലങ്ങളും ഞാൻ വെട്ടിത്തെളിച്ചതാ. കുട്ടിയച്ചന്റെ ടവർ കണ്ടോ? മറ്റേ മണ്ടയിൽ വെച്ചേക്കുന്നേ ചെരിമ്പറ കുട്ടിയച്ചന്റെ, അത് കണ്ടോ? അതിന്റെ തൊട്ട് ഇപ്പുറത്ത് ഗ്രൗണ്ടിന്റെ പള്ളി അതാണ് തോന്നുന്നു ചില്ലിമക്കോല്. ഇല്ല, അത് ഈ നമ്മൾ പോകുന്ന ഉറുമ്പിക്കരയിലെ കിരാതമൂർത്തി ക്ഷേത്രം, അതായത് ഇരുമലച്ചിയമ്മ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പകുതി വഴി വരെ എത്തിയിട്ടുണ്ട്. അതാണ് ഉറുമ്പിക്കരയിലെ ഇരുമലച്ചിയമ്മ കിരാതമൂർത്തി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പ്രദേശം. നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ കാണുന്ന ഉറുമ്പിക്കര ക്ഷേത്രത്തിന് സമീപത്തെ ആ പാറക്കെട്ടുകളാണ് നമ്മൾ കാണുന്നത്. ഉത്സവം പ്രമാണിച്ച് പണിതാ. ഇവിടെ വരെ ആള് താമസമുണ്ടല്ലേ? പിന്നെ വണ്ടി കയറാറുണ്ട്. അത് മറക്കണം, പുറത്തേ കയറും. ഭയം കാണിച്ചാൽ കയറത്തില്ല. 1500 ഗവൺമെന്റ് പിടിച്ചു. ആ ജാസ്തി വന്നപ്പോ ചെറുക്കുഴിന്ന് വിളിച്ചേക്കുന്നത്. പേപ്പർ വന്നപ്പോ ചെറുക്കുഴിന്ന് വിളിച്ചത്. പുറകെ നിന്ന് പറഞ്ഞേ. ആ പൈസ കൊടുത്തത് പക്ഷേ വേണ്ട. പാറപ്പുറത്ത് ഒരു പാറപ്പുറത്ത് തൊപ്പി പോലെ ഒരു പാറക്കഷ്ണം ഇരിക്കുന്നല്ലോ. കറക്റ്റ് തൊപ്പിപ്പാറ എന്ന് വേണം നമുക്ക് പേരിട്ടേക്കാം. ഈ തരപ്പ് ഗവൺമെന്റ് ഏതെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ മലയിടിച്ചിലൊക്കെ വരുമ്പോൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നതല്ലേ? അല്ലാതെ എങ്ങനെയാ? ഈ റോഡ് കണ്ടോ? തൊട്ടപ്പുറത്ത് ഒരു കാനയുണ്ട്. ആ കാനയ്ക്ക് വരുമ്പോഴത്തേന് പാറയിൽ അതിനപ്പുറത്തൊരു ഓറഞ്ച് തോട്ടമുണ്ട്.
ജീപ്പ് എല്ലാം നടക്കത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും ഉറുമ്പിക്കര ടോപ്പിലേക്കുള്ള ഓഫ് റോഡ് യാത്രയാണ്. പോകണ്ട. ചീരിങ്ങ തുണി ഇട്ട് താഴെ പോകും. ചീരിങ്ങ തുണി ഇട്ട് താഴെ ഇതുപോലുള്ള വഴികളായതുകൊണ്ട് ഓഫ് റോഡ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉറുമ്പിക്കര ടോപ്പ് ലക്ഷ്യമാക്കി വിനോദസഞ്ചാരികൾ ഒരുപാട് പേര് എത്താറുണ്ട്. ഏതായാലും ഈ സമയത്ത് ജീപ്പൊക്കെ കയറി പോകാൻ വേണ്ടി കുറച്ച് നന്നാക്കിയതാ അല്ലേ? ഈ റോഡിന് റോഡ് നന്നായി പോകും. റോഡ് നന്നാണല്ലേ? അയ്യപ്പ നടന്നു പോകും. സാറ് വണ്ടിയിട്ടേക്കുക. ഓർമ്മയുണ്ട് ഇവിടെ ഭയങ്കര എന്റെ പൊന്നടി ആ വണ്ടി ഒരു പരിയൊക്കെ ഉണ്ട്. ഓടി അടിച്ച റീസടിച്ച നിൽക്കത്തില്ല. റീസടിച്ചിട്ട് ആദ്യം ഓയിൽ കൂട്ടിയ റീസാ വണ്ടിയെ കൂട്ടി കണ്ടില്ല. ഡാക്ടറെ എങ്ങോട്ടൊക്കെ ചാടിച്ചാടിയൊക്കെ പോകാലോ. പിന്നെ കട്ട് പറവ് പോകുന്നുണ്ടല്ലോ ഓറങ്ങി പറമ്പ് കുഴപ്പമിരിക്കുന്നത് അവന്റെ കൊടുക്കറോ അവന്റെ കൊടുക്കറോ എനിക്ക് തരണം. ഗുഡ് മോർണിംഗ്. പലയൊക്കെ കാത്തുണ്ടാലും നല്ല റോഡ് ഭാഗമുണ്ടല്ലേ? ഏലകൃഷിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഈ മുകളിലോട്ട് വരുന്നത് ഇവിടെ നിന്ന് കയറി അങ്ങ് പാപ്പാനിലുണ്ട്. ഈ മണ്ണ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ മണ്ണ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡാണ്. എന്റെ വണ്ടി തട്ടിപ്പോകുന്നുണ്ട് ഇടയ്ക്ക്. മറ്റേ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ സവോളയാണെങ്കിൽ മറ്റേ എഞ്ചിൻ മണ്ടോസ് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. വണ്ടിലിവറായോണ്ടേ ഞാനിവിടെ ആദ്യം വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഈ പുല്ല് പറിക്കാൻ വേണ്ടി വന്നു. ആരാ സാറ് റിസോർട്ടിൽ മറ്റേ പുല്ല് പിടിപ്പിച്ചില്ലേ? ആ വഴിയിലല്ല. ഈ പുല്ല് അവിടുന്ന് നമ്മളാ താഴേത് കണ്ട ഉറുമ്പിക്കര നമ്മൾ കാലത്ത് കാണിച്ചാൽ ആ പാറയുടെ
ഒപ്പം നമ്മൾ ആ കാണിച്ച മലയുടെ ഒപ്പം നമ്മൾ എത്തിയിരിക്കുക. ഇതാണ് നമ്മൾ ക്ഷേത്രത്തിലെ പ്രവേശിക്കുന്ന ഭാഗം. അങ്ങനെ ഈ ഉറുമ്പിക്കര മലമുകളിൽ ഇരുമലച്ചിപ്പാറ ആ മുന്നിൽ പോയ വണ്ടി പോകുന്നു. ഇതാണ് പാപ്പാനി, താഴെ വരുന്ന പാപ്പാനി, വെള്ളച്ചാട്ടം വരുന്ന പാപ്പാനിത്തോട്. എല്ലാവരും ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. വളരെ റിസ്ക് എടുത്തുള്ള പാറപ്പുറത്ത് കയറ്റമാണ്. ഉറുമ്പിക്കര മലയുടെ മുകളിൽ നിന്ന് നമ്മൾ വീഡിയോ ദൃശ്യങ്ങൾ എല്ലാവരും അവരുടെ മൊബൈൽ ഫോണിൽ പകർത്തുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ കയറി. ഇത് സിമ്പിളാ, ഇത് സിമ്പിളാ, അത് ഇച്ചിരി ടഫാ. ഇങ്ങനെ വാ, ഇങ്ങനെ ചേട്ടാ. ഇല്ല ഇങ്ങനെ ഇങ്ങനെ അത് ഇങ്ങോട്ട് കൊടുക്ക്. അത് മേടിക്കും ഇവിടെ കൊടു, ഇവിടെ കൊടു. അത് കൊടു, അത് കൊടു. വേണ്ട അങ്ങനെ ഉറുമ്പിക്കര മല മുകളിൽ വളരെ വിഷമിച്ച് നിൽക്കുന്ന നടന്ന് 1.5-2 കിലോമീറ്റർ വെച്ച് നടന്നു. സൂപ്പർ. എങ്ങനെ കാണാൻ പറ്റുമോ? കാണാം. നിരപ്പല്ലേ? ഇവിടെ നിന്നാണ് ആളെ ഇറങ്ങിവിട്ടെ. ഇവിടെ ഇറങ്ങി ഇവിടെ തന്നെ ആളെ ഇറക്കാനാ. അമ്പലത്തിലോട്ട് പൊള്ളി പോകാതിരിക്കാനായിരിക്കും. ഇവിടെ 3 പ്രാവശ്യം പുറകോട്ട് എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ഇതിലാ
അവരോട് കുറച്ച് ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ സൗഹൃദം സംസാരിക്കും. ടിക്കറ്റ് പോകാൻ ഇട്ടേക്കാം. ആയിരം വർഷങ്ങൾക്ക് മുന്നേ ദൈവത്തിൽ 1000 വർഷങ്ങൾക്ക് മുന്നേ ആ 120 വർഷം നമുക്ക് 60 വർഷമായി ബാക്കി 70% മാത്രമേ ഈ പത്രത്തോളം 100 വയസ്സിന് കൂടുതൽ അടുത്ത് വരുന്നു. അപ്പോൾ ആ ഭഗവാന്റെ ഒരു ഗുണങ്ങൾ നമ്മളിലേക്കുണ്ടായി. ഭഗവാൻ എങ്ങനെ ലോകത്തെ സംരക്ഷിച്ചോ കുളമയുണ്ടായോ ആ വിധത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ വീട്ടുകാരെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഗുണം ഉണ്ടാക്കി. മൊത്തം പറഞ്ഞു പോയെന്ന് പറഞ്ഞു. 2017 ഞാൻ അങ്ങോട്ട് പോയാൽ രണ്ട് ചെറുതുകളെ പുറകെ ഇരുത്തിക്കൊണ്ടു ഇത്രയും വീഡിയോ അല്ല ഞാനും ഞാൻ ഇച്ചിരിയായിരുന്നു പുറകിരുന്നത്. ഞാൻ ഇച്ചിരി ഓർമ്മിച്ചായിരിക്കും പറയുന്നില്ല. ഉറുമ്പിക്കര ഉത്സവത്തിൻ്റെ വീഡിയോ അടുത്ത ഭാഗം ഉടൻ തന്നെ ഉണ്ടാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.